യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മ പ്രത്യേകമാം വിധം ലോകം മുഴുവൻ ഓർക്കുന്ന ഒരു പുണ്യ ദിവസമാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേകം പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളൊക്കെയുള്ള ദിവസമാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെയും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 33-ാമത്തെ വാക്യം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടിവന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണയിൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതാരും നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ല. ഇതെല്ലാം കണ്ട് ശതാധിപൻ തനിയെ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പം 1-2 കാര്യങ്ങളുണ്ട്. യേശു വിധിക്കപ്പെടുന്നൊരു ഭാഗമുണ്ട്. വിധിക്കപ്പെടുന്നു. ഒരു തെറ്റും ചെയ്യാതെ നീതിമാനായി ജീവിച്ച ഒരാളെ വിധിക്കുന്നു, അന്യായമായി വിധിക്കുന്നു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഇന്നും ഇങ്ങനെയുണ്ട്, പല മനുഷ്യരും ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ പലരാരും വിധിക്കപ്പെടുന്നത്. വിധിക്കപ്പെടും. ഒരു മനസ്സാ വാചാ കർമ്മണ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും വിധിക്കുവാണ്. അവൻ ചെയ്തു, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവനെ കൊള്ളത്തില്ല. സോഷ്യൽ മീഡിയയിലൂടെയാകാം, വാക്കിലൂടെയാകാം, പ്രവൃത്തിയിലൂടെയാകാം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ ഇന്ന്? യേശുവിന് നിങ്ങളുടെ വേദനയെ ശരിക്കും ആരേക്കാൾ കൂടുതൽ അറിയാൻ പറ്റും. വിധിക്കപ്പെടുന്നു. 2, യേശുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നൊരു ഭാഗമുണ്ട്. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുത്തുന്ന് നമുക്കറിയാം. അതൊരു നാണം കെട്ട് പോകുന്നൊരവസ്ഥയാണ്, മാനം പോകുന്ന സാഹചര്യമാണ്. അനേകരുടെ മുമ്പിൽ വസ്ത്രം ഊരുന്നതും വസ്ത്രം വേറൊരാൾ വലിച്ചു കീറുന്നതും വ്യത്യാസമുണ്ട്. നമ്മുടെ വസ്ത്രം വേറൊരാൾ പിടിച്ചു വലിച്ചു കീറിയെടുത്താൽ അത് പരസ്യമായിട്ടാണെങ്കിൽ അത് മാനം പോകുന്ന, നാണം കെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. യേശുവിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഇന്നും കാണും ചില മനുഷ്യർ പലരുടെയും മുമ്പിൽ നാണം കെട്ടുപോയവർ, തലകുനിഞ്ഞു പോയവർ. എനിക്കറിയാം ചിലർ ഈ നാട്ടിൽ നിന്നും പോയവർ, സ്ഥലം വിറ്റു പോയവർ. ഇനി ഞങ്ങളെങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇനി ഒരു വിലയുണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയല്ലോ. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നിങ്ങൾ നാണം കെട്ടിട്ടുണ്ടോ? മാനം പോയി, ഞാനെങ്ങനെ ഇനി ആൾക്കാരുടെ മുഖത്ത് നോക്കും, എനിക്കൊരു ഭാവിയില്ലല്ലോ, ജീവിതമില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്നവരുണ്ടോ? ശ്രദ്ധിക്കുക, യേശുവിനെ നിങ്ങളുടെ സങ്കടങ്ങളെ അറിയാം. ആരേക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ, ഓർക്കണം, നിങ്ങളാരും ഒറ്റയ്ക്കല്ല. ഇതേപോലെ കടന്നുപോയ ആ ദൈവം ആരേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയുണ്ട്. ആ യേശു, ഇതേ സഹനത്തിലൂടെ കടന്നുപോയ യേശു എൻ്റെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കണം. അതോടൊപ്പം യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു, മുൾക്കിരീടം ധരിപ്പിച്ചു.
ഇതെല്ലാം വേദനാജനകമാണ്. ഇതെല്ലാം കണ്ട് കുറേ പേർ പരിഹസിച്ചു. എവിടെയെങ്കിലുമൊക്കെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ ഒക്കെ മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ എവിടെയൊക്കെയോ ജീവിതത്തിൽ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട്, കളറില്ലാത്തത് കൊണ്ട്, വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട്, സമ്പത്തില്ലാത്തതുകൊണ്ട്, പേരും പ്രശസ്തിയില്ലാത്തതുകൊണ്ട് പലരുടെ മുമ്പിൽ പരിഹാസപാത്രമായവരുണ്ടാകും. വിഷമിക്കൊന്നും വേണ്ട. യേശുവിന് നിങ്ങളെ അറിയാം. നല്ല തമ്പുരാൻ നിങ്ങളുടെ വേദനയെ കണ്ടോണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഭാരപ്പെടേണ്ട. ഇതിനെല്ലാം ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളൊക്കെ ചെയ്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി. എല്ലാവരും ഇഷ്ടം പോലെ ആളുകളൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ യേശുവിന് ഓശാന പാടിയൊരു സമയമുണ്ട്. നല്ല സമയത്ത് എല്ലാവരും ഓശാന പാടി. ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ ന്യായാധിപൻ്റെ മുമ്പിൽ, ആ ഒരു വിധിവാചകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന രാജാവിൻ്റെ മുമ്പിൽ നിർത്തുന്നൊരു സമയമുണ്ടായി. അപ്പോൾ രാജാവ് ചോദിച്ചു, ബറാബാസിനെ വിട്ടുവേണോ, യേശുവിനെ വിട്ടുതരണോ? ആരെ വേണേ വിട്ടുതരാം. ജനം മുഴുവൻ ഒന്നാകെ വിളിച്ചു പറഞ്ഞു, ബറാബാസ്. ഞങ്ങൾക്ക് ബറാബാസിനെ മതി, യേശുവിനെ വേണ്ട. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മനുഷ്യരെ കണ്ണുനീരൊപ്പിയ ആ യേശുവിൻ്റെ പേര് ഒരാൾ പോലും വിളിച്ചു പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. എല്ലാവരുടെയും മുമ്പിൽ എല്ലാമായി നിന്നിട്ടും ആർക്കും വേണ്ടാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ വരും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പലരും കൂടെ ഉണ്ടാകണമെന്നില്ല. സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച പലരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നമ്മളെയൊക്കെ സ്നേഹിക്കും, നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ചിലപ്പോൾ അവരെല്ലാം ഓടി ഒളിക്കും. ഫോൺ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ വിളിക്കുകയോ റിപ്ലൈ പോലും തരത്തില്ല. ഒരുപക്ഷെ നമ്മുടെ നമ്പർ തന്നെ അവർ മാറ്റിക്കളയും. നമ്മളെ അവരുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മുഖം അവർ മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശിനെയും മരണത്തെയൊക്കെ ഓർക്കുമ്പം, കർത്താവേ, ഞങ്ങൾക്കുമുണ്ട് ആ കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലും ചേർത്ത് വയ്ക്കാൻ കുറേ സങ്കടങ്ങൾ, കുറേ വിഷമങ്ങൾ. ചിലപ്പോൾ ഇവിടെ കുരിശുകൾ വഹിക്കുന്നത് ചിലപ്പോൾ ജീവിത പങ്കാളിയെ ഓർത്ത് ഭാരപ്പെടുന്നവർ കാണും. ജീവിത പങ്കാളിയെ ഓർത്ത്, ഇങ്ങനെയൊരു ഭർത്താവിനെ, ഇങ്ങനെയൊരു ഭാര്യയാണല്ലോ ദൈവമേ എനിക്ക് തന്നത്, എന്നെ ഒന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ഒന്ന് കേൾക്കുന്നില്ലല്ലോ, സന്തോഷമാണോ സുഖമാണോ, നിനക്കെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക പോലും ഇല്ലല്ലോ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്ന് പോലും അന്വേഷിക്കുന്നില്ലല്ലോ. മക്കളെ ഓർത്ത്, ദൈവമേ എൻ്റെ ഇങ്ങനെ മക്കൾ ഇങ്ങനെയായി പോയത് ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ വാക്കിനൊരു വില തരുന്നില്ലല്ലോ, മക്കളോട് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. പല കാര്യങ്ങളിൽ മക്കളെ ഓർത്ത് വലിയ ദുഃഖം അനുഭവിക്കുന്നവർ കാണും. അതോടൊപ്പം ചില ഭർത്താവ്, ചില ഭാര്യയൊക്കെ അവർക്ക് എന്തോ അവരുടെ ഭർത്താവിനെ, ഭാര്യയെ ഇഷ്ടമില്ലാത്ത സാഹചര്യം, ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതം, അത് പീഡാസഹനം പോലെയാണ്. എന്തോ അങ്ങനെയാണ്. ആ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറട്ടെ. ചിലർ അവരുടെ ജീവിതയാത്രയിൽ ഒറ്റയ്ക്കാണ്, ആരുമില്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, എനിക്കാരുമില്ലെന്ന്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ, ആരും എനിക്ക് കൂട്ടിനില്ലല്ലോ, വിഷമിക്കുന്നുണ്ടോ? യേശുവുണ്ട് നിൻ്റെ കൂടെ. ഒറ്റയ്ക്കായിപ്പോയ സാഹചര്യം യേശുവിനുണ്ടായി. കൂടെ നിർത്തിയ ശിഷ്യന്മാർ പോലും ഓടി ഒളിച്ചു എന്നാണ്. അവരെല്ലാം ഭയപ്പെട്ടോടി, വെപ്രാളപ്പെട്ടോടി, അവരുടെ കാര്യം നോക്കി അവരെല്ലാം ഓടി മറഞ്ഞു. കൂടെ ഉണ്ടാകും എന്ന് എല്ലാവരെക്കുറിച്ചും ഒന്നും അധികം പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ ഒരു വാക്ക് സത്യമാണ്, ആരും കൂടെയില്ലേലും എന്നെ സഹായിക്കുന്ന നല്ല ദൈവം എൻ്റെ കൂടെയുണ്ട്. നല്ല തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട്. നല്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്.
ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയെ ചെല്ലുമ്പോൾ ഓരോ ഭാഗവും നമുക്കുള്ളതാണ്. ഓരോ ഭാഗവും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ ശക്തമായി സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ സങ്കടങ്ങളാകാം, വേദനകളാകാം, പ്രയാസങ്ങളാകാം, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് നമുക്കിന്ന് സമർപ്പിക്കാം. കുരിശിലെ ഓരോ സങ്കടങ്ങളോടും വേദനകളോടും ചേർത്ത് എൻ്റെ വേദനയെയും ഞാനും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെയൊക്കെ ചേർത്ത് വയ്ക്കുകയാണ്. ഓട്ടിസം പോലുള്ള പ്രതിസന്ധികളുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കതൊത്തിരി വേദനയാണ്, വിഷമമാണ്, സങ്കടമാണ്. 100 കാര്യങ്ങൾ പറയാനുണ്ട്. സാമ്പത്തികം കൊണ്ട് പ്രതിസന്ധിയിലായവർ, കടബാധ്യതയിലായവർ, രോഗപീഠകൾ കൊണ്ട് വേദനിക്കുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, രോഗികളായി ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, മാരക പീഡകളിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളുണ്ട്. ഭാര്യ പിണങ്ങി നിൽക്കുന്നവർ, ഭർത്താവ് മാറി നിൽക്കുന്നു, മക്കൾ പിണങ്ങി നിൽക്കുന്നു, മാതാപിതാക്കൾ മിണ്ടുന്നില്ല, ചിരിക്കേണ്ടവർ മുഖം വീർപ്പിച്ച് നടക്കുന്നു. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ചില പീഡാസഹനങ്ങളാണ്. കൂടെ നിന്നവർ ചതിച്ചത്, ഒറ്റപ്പെടുത്തിയത്, മിണ്ടാതിരിക്കുന്നത്, വിളിക്കാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് യേശുവിൻ്റെ അത്രയും വലിയ സഹനമല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചത് വലിയ സഹനമാണ്, പീഡാസഹനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഉയർപ്പുണ്ട് എല്ലാത്തിനും. യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ സഹനവും ഒരു ഉയർപ്പിലേക്ക് നയിക്കും, ഒരു ഉത്ഥാനത്തിലേക്ക് നയിക്കും, ഒരു വലിയ അത്ഭുതത്തിലേക്ക് നയിക്കും. ചുമ്മാതുള്ള സഹനവും യേശുവിൻ്റെ കുരിശിനോട് ചേർത്തുള്ള സഹനവും വ്യത്യാസമുണ്ട്. ചുമ്മാതുള്ള സഹനം അത് ചിലപ്പോൾ പാഴായി പോകാം. എന്നാൽ നമ്മുടെ സഹനത്തെ ദൈവമേ, യേശുവെ അങ്ങയുടെ കുരിശിനോട്, പീഡാസഹനത്തോട് ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് പറയാൻ കഴിഞ്ഞാൽ അത് ഉയർപ്പിലേക്ക് നയിക്കാൻ തുടങ്ങും. അത് ഉത്ഥാനത്തിലേക്ക് നയിക്കും. അത് പുനരുത്ഥാനത്തിലേക്ക് നയിക്കും. ഒരു സങ്കടത്തിലും ഒരു സഹനത്തിലും ഒരൊറ്റപ്പെടലിലും നിങ്ങളാരും ഒറ്റയ്ക്കല്ല. നല്ല തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ ഒരു ധ്യാനമുണ്ട്. ആഗ്രഹിക്കുന്ന എല്ലാവരും ഭവനങ്ങളിലുണ്ടെങ്കിൽ കാണുക. ഈ ആലയത്തിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഒരു ധ്യാനമായി നടത്തിയ ഒരു ശുശ്രൂഷയുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഒരുമിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച, ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനാ ധ്യാനമാണത്. സാധ്യമായ എല്ലാവരും ഒക്കുന്നെങ്കിൽ, സമയം അനുകൂലമാണെങ്കിൽ, പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദിവസമല്ലേ, പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. എല്ലാ വേദനകളും സഹനങ്ങളും, ചെറുതും വലുതുമായ ഒറ്റപ്പെടലുകൾ, മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രതിസന്ധികൾ, മക്കളെ ഓർത്തുള്ളത്, ജീവിത പങ്കാളിയെ ഓർത്തുള്ളത്, ശുശ്രൂഷയെ ഓർത്തുള്ളത്, ആരോഗ്യത്തെ ഓർത്തുള്ളത്, അങ്ങനെയുള്ള എല്ലാ വേദനകളെയും യേശുവിൻ്റെ പരിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഒരു ഉയർപ്പിലേക്ക് നയിക്കട്ടെ. പ്രതിസന്ധികളിൽ, വേദനകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നല്ല തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ദുഃഖ ശനിയാഴ്ചയാണ്. സാധ്യമെങ്കിൽ ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.